ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ തൗബാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅത്തു ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ വഹത്താ യഅബുദു അൽ-ഔസാൻ وإنه سيكون في أمتي 30 كذابون كلهم يزعم أنه نبي وأنا خاتم النبيين لا نبي بعدي. മിസ്സല പറഞ്ഞു, എൻ്റെ സമുദായത്തിലെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ മുശ്രിക്കുകളെ അനുധാവനം ചെയ്യും. അവരുമായിട്ട് കൂടിച്ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അവർ ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയോളം എത്തും. എൻ്റെ സമുദായത്തിൽ 30ഓളം കപടവേഷധാരികളായ വ്യാജന്മാർ ഉണ്ടാകും. അവരോരോരുത്തരും വാദിക്കും താൻ പ്രവാചകനാണെന്ന്, താൻ നബിയാണെന്ന്. ഞാനാകട്ടെ അന്ത്യപ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനുമില്ല തന്നെ. ലോകാവസാനത്തിന് മുമ്പായിട്ട് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നബി തിരുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിൽ പെട്ട 2 കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്ന ചില ഫിത്തനകൾ, ബഹുദൈവ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അനുധാവനം ചെയ്യുന്ന പ്രവണത, ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്ന് നബി തിരുമേനി മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് തന്നെ ഉത്തരേന്ത്യയിൽ ചില മുസ്ലിം കുടുംബങ്ങളൊക്കെ ഹിന്ദുമതം സ്വീകരിക്കുന്ന റിപ്പോർട്ടുകൾ നാം വായിക്കാറുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും മുസ്ലിം നാമധാരികളായ ആളുകൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു, ബിംബങ്ങളെ പൂജിക്കുന്നു. ചിലർ പേരൊക്കെ മാറ്റി ഹിന്ദുമതം ഉൾക്കൊള്ളുന്ന അവസ്ഥയൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഹദീസിൽ 2ാമതായിട്ട് പറഞ്ഞത് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. നബിയുടെ കാലത്ത് തന്നെ മുസൈലിമ, അസ്വദുൽ അൻസി തുടങ്ങിയ ഇവരൊക്കെ തങ്ങൾ പ്രവാചകന്മാരാണെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആധുനിക കാലത്ത് 1900 മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി താൻ പ്രവാചകനാണെന്ന് വാദിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രൂപം കൊടുത്ത ഒരു കള്ളപ്രവാചകനായിരുന്നു മീർസ. ഇതുപോലെ കള്ളപ്രവാചകത്വം വാദിച്ച പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുന്നുമുണ്ട്. പല പിഴച്ച വിശ്വാസങ്ങളും ചിന്താഗതികളുമൊക്കെ ഈ സമുദായത്തിൽ ഉടലെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഇന്നഹു സയകൂനു ഫി ഉമ്മത്തി അഖ്വാമുൻ യുകദ്ദിബൂന ബിൽ ഖദ്രി. ഖദറിനെ നിഷേധിക്കുന്ന, അതായത് അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ എൻ്റെ സമുദായത്തിൽ ഉടലെടുക്കും എന്ന് നബി തിരുമേനി പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം എന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഉടലെടുക്കുകയുണ്ടായി, അൽ ഖദരിയ എന്ന പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, സിൻഫാനി മിൻ ഉമ്മത്തി ലൻ യരിദ അലയ്യ അൽ ഹൗദ വലാ യദ്ഖുലാനിൽ ജന്ന അൽ ഖദരിയ വൽ മുർജിഅ. എൻ്റെ സമുദായത്തിൽ 2 വിഭാഗം ആളുകൾ ഹൗദുൽ കൗസറിനെ ഒരിക്കലും സമീപിക്കുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവരാണ് ഈ അൽ ഖദരിയ വൽ മുർജിയ എന്ന വിഭാഗക്കാർ. അൽ ഖദരിയ എന്ന വിഭാഗം പറയുന്നത് അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഏതൊരു കാര്യവും അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹു അറിയുന്നുള്ളൂ എന്നാണ്. അൽ മുർജിയ എന്നാൽ ഈമാൻ കേവലം ഹൃദയത്തിലുള്ള വിശ്വാസം മാത്രമാണ്, അതിന് കർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ്. ഇത്തരം വാദഗതികൾ ഇന്നും ചില ആളുകളൊക്കെ ഉയർത്തി വിടാറുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് കർമ്മങ്ങളിലൂടെയാണ് പ്രകടമാകേണ്ടത്. പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് അൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാൻ എന്നാൽ വാക്കും പ്രവൃത്തിയുമാണ്. മുസ്ലിം സമുദായത്തിലൊരു വിഭാഗം ജനങ്ങളിൽ ഈ ഷിർക്ക് അഥവാ ബഹുദൈവത്വ ചിന്താഗതി തിരിച്ച് വരും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ ഷിർക്ക് എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും അഫ്ആലിലും, അതായത് അള്ളാഹുവിൻ്റെ സത്തയിലും ഗുണവിശേഷങ്ങളിലും പ്രവൃത്തികളിലുമൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികൾക്കും ആ ഗുണവിശേഷങ്ങളും കഴിവുകളും ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതാണ് ഷിർക്ക്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുക, പൂജിക്കുക, അവരോട് സഹായം തേടുക, പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ അനുസരിക്കുക, ഇതൊക്കെ ഷിർക്കാണ്. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഖുർആൻ ഒരുപാട് ആയത്തുകൾ അത് പറയുന്നുണ്ട്. ഇപ്പോൾ അൽ-മാഇദ 72-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാറു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അവൻ്റെ സങ്കേതം നരകമാണ്. അത്തരം അധർമ്മികൾക്ക് ഒരു സഹായിയും അവിടെ ഉണ്ടാകുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കാളിത്തം ആരോപിക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ. വല്ലവനും അള്ളാഹുവിന് പങ്കാളിയെ ആരോപിക്കുകയാണെങ്കിൽ അവൻ വമ്പിച്ച കള്ളവും ഭയങ്കരമായ കുറ്റവും അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നീ വല്ലവനെയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ നിൻ്റെ എല്ലാ കർമ്മങ്ങളും പാഴായിപ്പോയത് തന്നെ. സാധാരണ പറഞ്ഞു, ലാനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസറാക്കളെ അള്ളാഹു ശപിക്കട്ടെ, അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളൊക്കെ പള്ളികളാക്കി മാറ്റി. ഒരു ഹദീസിന് സാധാരണ പറഞ്ഞു, ഒരു സാലിഹായ അവരിൽപ്പെട്ട ഒരു സാലിഹായ മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന് മുകളിൽ അവർ പള്ളി കെട്ടിപ്പൊക്കും, അവരുടെ ചിത്രങ്ങൾ അതിൽ സ്ഥാപിക്കും. ഇത്തരക്കാർ അള്ളാഹുവിൻകൾ ഏറ്റവും ദുഷിച്ച സൃഷ്ടികളാണ്. ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിൽ എത്ര ആൾദൈവങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറുൽ ആലമാണ് CM വലിയുള്ള. അള്ളാഹുവിന് യാതൊരു കഴിവുമില്ല. CMനോട് ചോദിച്ചാൽ മതി, എന്ത് കാര്യവും മൂപ്പര് നടത്തിത്തരും. ഇങ്ങനെയൊക്കെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന പണ്ഡിത വേഷധാരികൾ നമ്മുടെ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. ഇവരൊക്കെ നരകത്തിലേക്കാണ് ഈ മനുഷ്യന്മാരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ചുമതലയാണ് എന്നുകൂടി ഉണർത്തുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.